അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന. മാമോദീസായിലൂടെ നമ്മുടെ ആത്മാവുമായി പരിശുദ്ധ ത്രിത്വം ലയിച്ചിരിക്കുന്നുവെന്ന് നമുക്കറിയാം. അതിനാൽ തന്നെ ഉടമ്പടി പ്രകാരമുള്ള കൃപാവരം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അവിടത്തോടുള്ള കൂട്ടായ്മയിൽ ആയിരിക്കുന്ന ശീലമാണ് പ്രാർത്ഥനാ ജീവിതം. ഈ അനുഭവത്തിൽ വളരാൻ സഹായകമായ ചില പ്രബോധനങ്ങൾ ഇനി ശ്രവിക്കാം. പ്രാർത്ഥന കൂട്ടായ്മ, ഇതും വലിയൊരു രഹസ്യമാണ്. 2565 അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന. വീണ്ടും പുതിയ ഉടമ്പടിയിലെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. പുതിയ ഉടമ്പടിയിൽ പഴയ ഉടമ്പടിയിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിലെ പ്രാർത്ഥനയും പുതിയ നിയമത്തിലെ പ്രാർത്ഥനയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ പ്രധാന വ്യത്യാസം? എന്തുകൊണ്ടാണ്? വാട്ട് ഹാപ്പൻ ബിറ്റ്വീൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ്? എന്താണ് സംഭവിച്ചത് പഴയ നിയമവും പുതിയ നിയമത്തിൻ്റെ ഇടയ്ക്ക്? എന്ത് സംഭവിച്ചു? ക്രിസ്തു നമുക്ക് വേണ്ടി മനുഷ്യനായി പിറന്നു, നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പാപത്തിനുള്ള പരിഹാര ബലി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിൽ ഇവരെല്ലാം പ്രാർത്ഥിച്ചത് ഈ ക്രിസ്തു ഒന്ന് വേഗം വരാൻ വേണ്ടിയാണ്, ആ രക്ഷകനെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം ആ രക്ഷകൻ വന്നു. പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ അനുസരിച്ച് എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ പ്രാർത്ഥനയും പുതിയ നിയമത്തിൽ പുതിയ ഉടമ്പടിയിലെ പ്രാർത്ഥനയും തമ്മിലുള്ള ഈ ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ ചെന്ന് പഴയ നിയമത്തിലെ ഇത് വലിയ രസമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഒരു പാപിയായ വ്യക്തിയാണ്, വളരെ വലിയ പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നാണെങ്കിലോ നമ്മൾ പശ്ചാത്തപിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ കരുണയായിരിക്കണേ, പോയി കുമ്പസാരിച്ചു, നമ്മുടെ പാപം ക്ഷമിച്ചു, ഇല്ലേ? നമ്മൾ തുള്ളിച്ചാടി സന്തോഷത്തോടുകൂടി വരികയാണ്. ഈ വ്യക്തി പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ക്രിസ്തു വരുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അതുപോലെ പാപം ചെയ്തിരിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് വല്ല നിവൃത്തിയുണ്ടോ? നമുക്ക് പശ്ചാത്തപിക്കാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് പാപവൃത്തി കിട്ടുന്നുണ്ടോ? നമ്മൾക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നുണ്ടോ? ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. ആ സിറ്റുവേഷൻ ആലോചിക്കേണ്ടത് ഇന്നുള്ള ഈ ബോണസ് സിറ്റുവേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇന്നത്തെ നമ്മുടെ സിറ്റുവേഷൻ, പുതിയ ഉടമ്പടിയിലെ സിറ്റുവേഷനിൽ യേശു ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അതായത് യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിരിക്കുന്നു, നമ്മുടെ പാപം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു, ഇനി മറ്റൊരു ബലി അർപ്പിക്കേണ്ടതില്ല. അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിലെ പ്രാർത്ഥന. ഈ സജീവ ബന്ധം നമുക്കുണ്ടായതിൻ്റെ കാരണം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു പരിഹാര ബലി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ഇനി അടുത്ത സെൻറ്റൻസ് എല്ലാവരും ശബ്ദമുയർത്തി ഒന്ന് വായിച്ചേ. പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. അല്ല, ഒന്നുകൂടി. പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായുള്ള ഐക്യമാണ് the most royal and holy Trinity is united with the human soul. അതാണ് അടുത്ത രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനം, നമ്മുടെ ആത്മാവുമായി the royal holy Trinity is already united. അപ്പോൾ ഉടമ്പടി പ്രകാരമുള്ള ദൈവത്തിൻ്റെ കൃപാവരം, ദൈവരാജ്യത്തിൻ്റെ കൃപാവരം ഉടമ്പടി പ്രകാരം നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നുവോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? കിട്ടിക്കഴിഞ്ഞിരിക്കുന്നുവോ? കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ആ കിട്ടിയെന്ന് പറഞ്ഞാൽ? എന്ത് കിട്ടി? എവിടെ കിട്ടി? എന്താണത്? പരിശുദ്ധ രാജകീയ ത്രിത്വം,
The most holy Trinity is united with our soul. നമ്മുടെ ആത്മാവുമായിട്ട് ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കർത്താവ് നമ്മളോട് കൂടെ, അങ്ങയുടെ ആത്മാവിനോടും കൂടെ, ഇല്ലേ? ഈ സംഭവം നടന്ന് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ തുറന്ന് വായിക്കാം, കണ്ടിന്യൂ. പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. ത്രൈശുദ്ധ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും അവിടുത്തോടുള്ള കൂട്ടായ്മയിലും ആയിരിക്കുന്ന ശീലമാണ് പ്രാർത്ഥനാ ജീവിതം. ഈ കൂട്ടായ്മ എപ്പോഴും സാധ്യമാണ്. എന്തെന്നാൽ മാമോദീസ വഴി നാം നേരത്തെ തന്നെ ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് കഴിഞ്ഞവരാണ്. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലായിരിക്കുകയും അവിടുത്തെ ശരീരമായ സഭയിൽ വ്യാപിക്കുകയും ചെയ്യുന്ന തോതനുസരിച്ചാണ് ഒരു പ്രാർത്ഥന ക്രിസ്തീയമാകുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മാനങ്ങളാണ് പ്രാർത്ഥനയ്ക്കുമുള്ളത്. അപ്പോൾ ഒരു പ്രാർത്ഥന ക്രിസ്തീയമാകുന്നത്, ക്രിസ്തീയ പ്രാർത്ഥനയുടെ ശക്തിയും ക്രിസ്തീയ പ്രാർത്ഥനയുടെ ആ രഹസ്യവുമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി ഓൾറൈറ്റ്, നമ്മളൊന്ന് കുരിശ് വരയ്ക്കാം. ഒന്ന് കുരിശ് വരച്ചേ, എല്ലാവരും ഒന്ന് കുരിശ് വരച്ചേ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. അവിടെ നിൽക്കട്ടെ. എവിടെയാ തമ്പുരാൻ? നമ്മുടെ ഹൃദയത്തിൽ. ആരാണ് ഈ തമ്പുരാൻ? തുടർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഇതിനെ ഒന്ന് മറിച്ചു വരയ്ക്കുകയാണെങ്കിൽ തുടങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള ഞങ്ങളുടെ തമ്പുരാനെ, ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ, ഇല്ലേ? അപ്പോൾ ദ ബേസിക് ഫണ്ടമെന്റ്, നമ്മുടെ പ്രാർത്ഥനയുടെ ഫണ്ടമെന്റ് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വമാണ്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആദ്യം എന്താ ചെയ്യുക? എന്ത് പ്രാർത്ഥന തുടങ്ങുമ്പോഴും നമ്മൾ യാദൃച്ഛികമായിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചു പോകും ചിലപ്പോൾ. അതാണ് നമ്മുടെ അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കാതെ ഇങ്ങനെ നമ്മൾ ചെയ്തു പോകും. പക്ഷേ ഒരു സമയത്ത് നമ്മൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അപ്പോഴാണ് പ്രാർത്ഥന സജീവമാകുന്നത്. അല്ലെങ്കിൽ ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരൾച്ചയാണ്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളുടെ ബുദ്ധിയും ബോധ്യം വികസിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ആത്മീയമായിട്ടുള്ള വികസനം ആയിട്ടില്ലെങ്കിൽ പ്രാർത്ഥന നമുക്കൊരു വിരസതയായിട്ട് വരും. നിരവധി കാര്യങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ച് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം കോൺടെംപ്ലേഷൻ. പ്രാർത്ഥനയുടെ ആ മണവാളനും മണവാട്ടിയും മണിയറയിൽ ലയിക്കുന്ന ഒരനുഭവം. ഈ പരമപരിശുദ്ധ ത്രിത്വം നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? ഈശോ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കിടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഓക്കെ, അത് കുറേ ഇതിൽ കിടക്കുന്നതാണ്, പിന്നെ നമ്മൾക്ക് അതിനകത്ത് പോകാം. പക്ഷെ എന്നാൽ ഈ ഒരു കണ്ടന്റ് ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇന്ന് രാത്രി നാളെ രാവിലെയൊക്കെ നിങ്ങൾ അതേമാതിരി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് പഠിക്കുമ്പോഴേ രസമുള്ളൂ. അപ്പോൾ നമ്മളൊരു വളർച്ചയിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രാർത്ഥന ഡീപ്പ് കോൺടെംപ്ലേഷനിലേക്ക് ചെന്നാൽ മാത്രമേ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുള്ളൂ. ദൈവാനുഭവം, ആ മണവാളനും മണവാട്ടിയും, ഈശോ ആകുന്ന മണവാളൻ, നമ്മളാരാ? മണവാട്ടി. ഇതാണ് സഭ അല്ലെങ്കിൽ സുവിശേഷത്തിൽ മുഴുവനും ഉള്ള ദൈവാനുഭവത്തിൻ്റെ ചിത്രം. നമ്മൾ നമ്മുടെ ഉള്ളിൽ ഉള്ള ആ മണിയറയിൽ, ആ മുറിയിൽ കടന്നു കഴിഞ്ഞാൽ, ഇപ്പം ഇത് കല്യാണം കഴിച്ചവർക്കൊക്കെ വളരെ എളുപ്പം മനസ്സിലാവും അല്ലേ? മണവാളനും മണവാട്ടിയും മുറിയിൽ കടന്നാൽ പിന്നെ ഉടനെ അവർ കതകടയ്ക്കും. എന്തുകൊണ്ടാണ്? പുറത്തുനിന്നുള്ള ഒരു ശല്യവും പിന്നെ അവർക്ക് ഇഷ്ടമല്ല. പുറത്തെന്തെല്ലാം ബഹളമുണ്ടാക്കിയാലും അവരത് ഗൗനിക്കുകയും ഇല്ല. അതൊക്കെ അങ്ങനെ നടന്നോളൂ, നമുക്കിവിടെ ഒരുമിച്ച് കിടക്കാം. ഇങ്ങനെ ഒരു മനോഭാവം നമുക്കുണ്ടാകണം.
അപ്പോൾ നമ്മൾ മണവാളനും മണവാട്ടിയും നമ്മുടെ ആത്മാവ് പ്രാണനാഥനെ തേടി മണവാളനെ തേടി ഈ മുറിയിൽ കടന്നിരിക്കുന്നു. മണവാളൻ അവിടെ ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്തുകൊണ്ട് അവിടെ ഉണ്ട്? ഉടമ്പടി പ്രകാരം. എന്തുകൊണ്ട് മണവാളൻ അവിടെ ഉണ്ട്? ഉടമ്പടി പ്രകാരം. അവിടുന്ന് പോകാൻ പറ്റുമോ? അവിടുന്ന് പോകാൻ പറ്റില്ല. പക്ഷേ ചില സമയത്ത് ഇപ്പോൾ കല്യാണം കഴിച്ച് 10-20 വർഷമായ ആൾക്കാരെ, അപ്പോൾ ഒരു പാർട്ടി വന്നിട്ട് പറയാം, എൻ്റെ ബ്രദറെ പുറത്തൊക്കെ ഞങ്ങൾ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ വലിയ സ്നേഹമാണ്, പക്ഷേ ഞങ്ങൾ ഒരു മുറിയിലാ കിടക്കണേ, ഒരു കട്ടില്ലാ കിടക്കണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാ കിടക്കണേ, തൊടൂല്ല, മിണ്ടൂല്ല. ഇപ്പം എന്താ പ്രയോജനം ഉടമ്പടി ഉണ്ടായിട്ട്? എന്ന പോലെ നമ്മൾ ഉടമ്പടി പ്രകാരം കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും നമ്മൾ മിണ്ടണില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ എന്താ പ്രയോജനം? പ്രാർത്ഥന നടക്കുമോ? യൂണിയൻ ഇല്ല, ഒരനുഭവമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ മണവാളനുമായിട്ട് ഒന്നാകാൻ വേണ്ടി നമ്മളങ്ങ് വിട്ടുകൊടുക്കണം. അപ്പോൾ അവിടെ ഒരിക്കലും ചിന്തിക്കാത്ത പല ചിന്തകളും വരാൻ തുടങ്ങും. അതിനാണ് നമ്മൾ പല വിചാരം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുമ്പോഴേക്കും പല വിചാരം വരും. ആരാണ് ഈ പല വിചാരക്കാർ? അതാണ് ഈശോ പറയണത്, നിന്റെ ശത്രുക്കൾ നിന്റെ വീട്ടുകാർ തന്നെയായിരിക്കും എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ആരുമല്ല ശത്രുക്കൾ, നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകൾ, ദുഷ്ചിന്തകൾ, മനസ്സിൻ്റെ ദുഷ്ചിന്തകൾ, വ്യാപാരങ്ങൾ, നമ്മുടെ പലതരത്തിലുള്ള ആലോചനകളാണ്. ഇതിനെയാണ് കഥകടച്ച് പുറത്താക്കണവരൊക്കെ. ഞാനൊരു ടെക്നിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്. ഇത് നിങ്ങൾ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. ഞാനൊരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിവൃത്തിയില്ല. 1-2 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് മണവാളൻ്റെ അടുത്ത് എത്താനേ പറ്റണില്ല. അതിനു മുമ്പ് പലതരത്തിലുള്ള ചിന്തകളും, ആ കാര്യം, ഈ കാര്യം, അവിടുത്തെ കാര്യം, ഇവിടുത്തെ കാര്യം, ഇതൊക്കെ വന്ന് നമ്മുടെ അകത്ത് കിടന്നിങ്ങനെ ബഹളം. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് മാതാവ് ഇങ്ങോട്ട് കടന്നു വന്നിട്ട് പറയണേ, നിങ്ങളൊരു പണി, നിങ്ങൾ മുകളിലത്തെ മുറിയിലേക്ക് പോയിക്കോ, ഇവരെയൊക്കെ ഞാൻ ഇവിടെ ശരിയായിക്കോളാം എന്ന് പറഞ്ഞു. ഒരു വീട്ടമ്മയുടെ മാതിരി, നമ്മുടെ വീട്ടിലെ അമ്മാമ്മയുടെ മാതിരി, നമ്മുടെ അമ്മയുടെ മാതിരി മണവാളനും മണവാട്ടിയോടും പറയാണ്, നിങ്ങൾ മുകളിലത്തെ മുറിയിലേക്ക് പോയിക്കോ, ഇവിടെ ഇവരുടെ ബഹളമൊക്കെ ഇങ്ങനെ ഉണ്ടാവും, അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഗ്രൗണ്ട് ലെവൽ, നമ്മളുടെ എർത്തിലി, നമ്മുടെ ലൗകികമായ മേഖലകളെ വിട്ട് മുകളിലോട്ട് പോയാലേ പ്രാർത്ഥന നടക്കുകയുള്ളൂ. അതിന് മാതാവ് നമ്മളെ സഹായിക്കും, പുണ്യവാളന്മാർ നമ്മളെ സഹായിക്കും, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പക്ഷേ ഈ ടെക്നിക്ക്, അതാണ് ഈ ആഭ്യന്തര ഹർമ്മ്യങ്ങൾ എന്ന് പറയുന്നത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിന് ധാരാളം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന ഈ വാസസ്ഥലങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, വാസസ്ഥലങ്ങൾ മുകളിലേക്കാണ് പോണേ. അപ്പം നമ്മൾ 1 by 1 മുകളിലേക്ക് പോകണം. എങ്ങനെ? ദൈവാനുഭവത്തിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ഈ താഴ്ത്ത നിലയിൽ നമ്മൾ ആയിരിക്കരുത്. താഴ്ത്ത നിലയിൽ മുഴുവനും ബഹളമാണ്, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ചിന്തകളും വ്യാപാരങ്ങളും. അതിനെ വിട്ട് ഒരു ഫ്ലോർ മുകളിലോട്ട് പോകണം. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഇതൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. ഇതിൻ്റെ പിന്നീട് ഒരു സ്ഥലത്ത് കോണ്ടംപ്ലേഷനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മുഴുവനും രത്നച്ചുരുക്ക. പക്ഷേ ഈ മാതാവിൻ്റെയൊക്കെ ഇൻട്രൊഡക്ഷൻ ഞാൻ ചേർത്തുന്നുള്ളൂ, നമ്മളത് ഒരു എളുപ്പത്തിന് വേണ്ടി. മാനസിക പ്രാർത്ഥന, മനസ്സിൽ ധ്യാനിച്ച് ദൈവത്തെ ലയിച്ചു ചേരുന്ന അനുഭവം. പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് കാര്യം നമ്മൾ ഈ ക്ലാസ്സിൽ എടുക്കുന്നില്ല. പക്ഷെ അതിൻ്റെ സാരാംശം ഇവിടെ എഴുതിയിരിക്കുന്നത് 655, പേജ് 655, 2709. കോണ്ടംപ്ലേഷനെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ധ്യാനയോഗ പ്രാർത്ഥന എന്നാണ്. ധ്യാനയോഗ പ്രാർത്ഥന. കിട്ടിയോ? പേജ് 655, പാരഗ്രാഫ് 2709. എന്താണ് ധ്യാനയോഗ പ്രാർത്ഥന? വിശുദ്ധ ത്രേസ്യ മറുപടി നൽകുന്നു. എൻ്റെ അഭിപ്രായത്തിൽ
മാനസിക പ്രാർത്ഥന സൗഹൃദത്തിൻ്റെ പങ്കുവെക്കലല്ലാതെ മറ്റൊന്നുമല്ല. നമ്മെ സ്നേഹിക്കുന്നവനെന്ന് നമുക്കറിയാവുന്നവനോടൊപ്പം തനിച്ചായിരിക്കാൻ കൂടെ കൂടെ സമയം കണ്ടെത്തുന്നതാണ് എന്നർത്ഥം. നമ്മെ സ്നേഹിക്കുന്നവനെന്ന് നമുക്കറിയാവുന്നവനോടൊപ്പം, എല്ലാവരും ഒന്ന് വായിച്ചേ, നമ്മെ സ്നേഹിക്കുന്നവനെന്ന് നമുക്കറിയാവുന്നവനോടൊപ്പം തനിച്ചായിരിക്കാൻ കൂടെ കൂടെ സമയം കണ്ടെത്തുക എന്നതാണ് അതിനർത്ഥം. അടുത്ത പാരഗ്രാഫ്, എൻ്റെ ആത്മാവ് സ്നേഹിക്കുന്നവനെ തേടുന്നതാണ് ധ്യാനാത്മക പ്രാർത്ഥന. യേശുവിനെയും അവിടുന്ന് പിതാവിനെയും തേടുന്നു. കാരണം അവിടുത്തെ ആഗ്രഹിക്കുക എന്നതാണ് എപ്പോഴും സ്നേഹത്തിൻ്റെ ആരംഭം. അവൻ വഴി ജനിക്കാനും അവനിൽ ജീവിക്കാനും ഇടവരുത്തുന്ന സംശുദ്ധമായ വിശ്വാസത്തിലാണ് നാം അവിടുത്തെ തേടുന്നത്. ധ്യാനയോഗ പ്രാർത്ഥനയ്ക്കിടയിലും ഒരാൾക്ക് ധ്യാനിക്കാൻ കഴിയും, പക്ഷേ ശ്രദ്ധ കർത്താവിൽ തന്നെ എത്തണം. ഓക്കെ, ഇനി ഈ വിശുദ്ധ യോഹന്നാൻ ക്രൂസ് എല്ലാം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ആ സമയത്ത് നമ്മ പ്രാണനാഥനെ തേടി നമ്മൾ അവിടെ ചെന്നു. പ്രാണനാഥന്റെ രൂപം എന്താണ്? അവിടെ രൂപമുണ്ടോ? രൂപമില്ല. എന്തുകൊണ്ടില്ല? ആരാണ് പ്രാണനാഥൻ? ആത്മാവാണ്, അരൂപിയാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ ഒരു രൂപവും സങ്കല്പിക്കാതെ, എന്നാ ഇരുട്ടാണ്. അതെ, ഒരു ഇരുട്ടായിരിക്കും. അതും മണവാളനും മണവാട്ടിയും പോലെ. മണവാളനും മണവാട്ടിയും മണിയറയിൽ കടന്നു കഴിഞ്ഞാൽ ലൈറ്റ് അണച്ചു, ഇരുട്ടാണ്. പക്ഷെ അവരുടെ സ്നേഹം മാത്രം, വിശ്വാസം, പ്രാണനാഥൻ എന്നെ സ്നേഹിക്കുന്നവരാണ്, എൻ്റെ സ്നേഹം ആഗ്രഹിക്കുന്നവരാണ്. ശബ്ദം പോലും കേൾക്കാനില്ല. പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു, രാത്രി രാത്രിക്കു വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. കണ്ടിന്യൂ. എങ്കിലും എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു, അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ട് അടുത്ത് എഴുതിയിരിക്കുന്നത് എന്താണ്? എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയുടെ. അപ്പോൾ അത് എന്ത് സ്വരമാണ്? എന്ത് ശബ്ദമാണ്? അപ്പോൾ നമ്മൾ കോൺടെംപ്ലേഷനിൽ ദൈവാത്മാവും നമ്മുടെ ആത്മാവും തമ്മിൽ ലയിക്കുന്ന ആ സമയത്ത് എന്തെല്ലാം ഈ പ്രപഞ്ചവുമായിട്ട് നമുക്കുള്ള ബന്ധമുണ്ടോ അതെല്ലാം ദൈവവുമായിട്ട് ലയിച്ചു ചേരുന്നു. അങ്ങനെ ആ ലയനത്തിൽ ഇരിക്കുമ്പോഴാണ് പ്രാർത്ഥനയുടെ വലിയ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്.